അയ്യോ, എന്റെ അമ്മാവന്റെ മോൻ. അതേ, ഒരു സംശയം തീർക്കാൻ വന്നതാ. സിംഹത്തിന് എത്ര പല്ല് കാണും? വായടിച്ച് പിടിച്ചാലേ ഒരു പല്ലും കാണില്ല. സിംഹത്തിന്റെ പല്ലിന്റെ എണ്ണം കണ്ടുപിടിക്കാൻ എന്റെ മാഷ് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ കാട്ടിലെ സിംഹം കഴിഞ്ഞ ആഴ്ച ചത്തു. അതാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ആ, മോൻ ഇവിടെ നില്ല്. ഞാൻ അകത്ത് പോയി സിംഹത്തോട് തന്നെ ചോദിച്ചിട്ട് വരാം. സിംഹം അകത്തുണ്ടോ? എന്നാ പിന്നെ ഞാൻ പോയി നോക്കിക്കോളാം. അയ്യോ മോനെ, അകത്ത് പോകല്ലേ. എന്താണോ ഇത്? ഇതൊരു കുറുക്കൻ കുട്ടിയാ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ആരും അകത്ത് കേട്ടരുതെന്ന്. മൂപ്പർക്ക് 20 പല്ലുണ്ട്. ചീത്ത വിളിക്കാൻ വാ തുറന്ന നേരത്തെ ഞാൻ എണ്ണി. ഓ, ആദ്യമായിട്ട് വന്ന ബന്ധു കലക്കി. കടിയൻചേട്ടൻ അകത്തുണ്ടോ? എന്നോട് അങ്ങേരോട് ഒരു പടം വരയ്ക്കാൻ പറഞ്ഞിരുന്നു. വരച്ചു വന്നപ്പോ ചെറിയൊരു സംശയം, അത് തീർക്കാൻ വന്നതാ. പടമൊക്കെ നാളെ, ഇന്ന് ആരും അകത്ത് കേറ്റണ്ടെന്നാ പറഞ്ഞത്. ആ, അത് പറ്റൂല. ഇന്ന് തീർക്കണമെന്ന് മൂപ്പർ ഇന്നലെ പറഞ്ഞിട്ടുണ്ട്. എങ്കിൽ ഞങ്ങളുടെ കാര്യം അങ്ങേരെ തീർക്കും. എനിക്ക് മുഖമൊന്ന് കണ്ടാ മതി. മൂക്കിന്റെ വളവൊന്ന് നോക്കാനാ. പറ്റില്ല പറ്റില്ല. ഓ, വേറെ വഴി നോക്കട്ടെ. ആ, അതാ നല്ലത്. ഹാവൂ, ഇടി ഒള്ളിക്കാതെ അങ്ങേര് പോയി. എടാ, ഗുഹയുടെ പിന്നിലെ കിളിവാതിൽ തുളച്ചു വെച്ചിരിക്കുന്നതേ കാറ്റു കടക്കാനാ, അല്ലാതെ എല്ലാവർക്കും വന്ന് എത്തി നോക്കാനല്ല. മനസ്സിലായോ? ആ കരടിയുടെ മുഖം ഞാൻ കണ്ടടാ, ദ്രോഹികളെ. അയ്യോ, ഇങ്ങനെ ഗുഹയ്ക്ക് പിറകുവശത്ത് കിളിവാതിൽ വെച്ച കാര്യം ഞാൻ അറിഞ്ഞില്ല. ഏത് കിളിയാ സൂത്ര വാതിൽ വെച്ചത്? ഓ, ഇനി ഒരുത്തനും ഇതുവഴി വരാതിരുന്നാ മതിയായിരുന്നു. ആഹാ, വാശിയോടെ വീശി വീശി മീശയെ പോലും പാശം പോലെ മോശമാക്കി നശിപ്പിക്കുന്ന ശിശിരക്കാറ്റേ. അജഗജനാട്.